നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തെക്കുംകര പഞ്ചായത്തിൽ വിഷരഹിത പച്ചക്കറി തൈ നടീൽ വടക്കാഞ്ചേരി ഏരിയ തല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. പുത്തൻകാട് മൂത്താരുകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. മണ്ണുത്തി അഗ്രസിറ്റി ലയൺസ് ക്ലബ് മുക്കാട്ടുകര ബത്ലഹേം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നേതൃത്വ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കേരളത്തിൽ 24-ാം തീയതി മുതൽ 27 വരെ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. CPM-ന്റെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി തൈ നടീൽ ഉത്സവത്തിന്റെ ഏരിയ തല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. ഓണവിപണി ലക്ഷ്യമിട്ട് വിഷരഹിത പച്ചക്കറി വിളയിച്ചെടുക്കാനുള്ള പദ്ധതി തെക്കുംകര പഞ്ചായത്തിലെ കുളത്താഴം പരമേശ്വരന്റെ പറമ്പിലാണ് നടന്നത്. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, NA സന്തോഷ് ബാബു, മെമ്പർ PR രാധാകൃഷ്ണൻ, സിന്ധു രാജീവ്, ജയ സൂര്യൻ, സ്മിത ബിജു എന്നിവർ സംസാരിച്ചു. സംയോജിത കൃഷി എന്ന കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും സുരക്ഷിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി എല്ലാ ഏരിയയിലും നടീൽ ഉത്സവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്കൽ തലത്തിലും ബ്രാഞ്ച് തലത്തിലും ഈ നടീലുത്സവങ്ങളൊക്കെ തന്നെ നടത്തി സെപ്റ്റംബർ മാസം ആദ്യവാരത്തിൽ നടക്കാൻ പോകുന്ന ഓണത്തിന് സുരക്ഷിതമായ പച്ചക്കറി എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ കർഷകരും അല്ലെങ്കിൽ എല്ലാ വീട്ടുകാരും വീട്ടുമുറ്റത്തെ അടുക്കളത്തോട്ടം എന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ വെച്ച് ഇപ്പോൾ നിർവ്വഹണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഷരഹിതമായ, വിഷമില്ലാത്ത, സുരക്ഷിതമായ പച്ചക്കറി, അവരവർക്ക് ആവശ്യമായ പച്ചക്കറി അവരവർ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എല്ലാവരെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ സംയോജിത പച്ചക്കറിയുടെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയ തല നടീൽ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഏരിയ തല നടീൽ ഉത്സവം ഇവിടെ പുത്തൻകാട് മൂത്താരുകുന്ന് ശ്രീ മുത്താര് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവിനോടനുബന്ധിച്ച് പിതൃതർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ നടത്തിയ ചടങ്ങുകൾ മേൽശാന്തി സലീഷ് മുഖ്യ കാർമ്മികനായി. രാമായണ മാസത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 3 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും സംഘടിപ്പിക്കും. പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം രക്ഷാധികാരി ബിജി ബാലൻ, പ്രസിഡന്റ് സിനീഷ് പുല്ലാനിക്കൽ, സെക്രട്ടറി കൃഷ്ണകുമാർ KR, ട്രഷറർ നിതിൻ വെളിയത്തുപറമ്പിൽ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം കൊടുത്തു. മണ്ണുത്തി അഗ്രസിറ്റി ലയൺസ് ക്ലബ് മുക്കാട്ടുകര ബത്ലഹേം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേതൃത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ലയൺസ് ഇന്റർനാഷണൽ തൃശൂർ യൂത്ത് എൻവയോൺമെന്റ് കോർഡിനേറ്റർ എഡ്വിൻ ഫ്രാങ്ക് ക്ലാസ് നയിച്ചു. ലയൺസ് ക്ലബ് ഭാരവാഹികളായ NV നെൽസൺ, ട്രഷറർ P സുരേന്ദ്രനാഥ്, CO വിൽസൺ, ആൻഡോ മാത്യു, ജയകൃഷ്ണൻ, സോൺ ചെയർമാൻ രാജേന്ദ്രപ്രസാദ്, അധ്യാപിക ആൻമേരി എന്നിവർ നേതൃത്വം നൽകി. അധ്യാപിക രാഗി സ്വാഗതവും ഡോക്ടർ ഗീവർഗീസ് നന്ദിയും അറിയിച്ചു. ശ്രീധന്യ സുരേഷ് PSC ഒരു കൂലിപ്പണിക്കാർക്ക് ക്ലർക്കാവും അത്ര തന്നെ. ISI ആവില്ല ഒരിക്കലും. ജോയിൻ അതേഴ്സ് ബിസിനസ് ലോഡ് മെക്കാളെ കൊണ്ടുവന്ന വിദ്യാഭ്യാസം ഇന്നും തുടർന്ന് നമ്മുടെ സ്റ്റേറ്റ് ശരിയല്ല. നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കണം, ചോദിക്കാൻ പഠിക്കണം, എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ എക്സാം മാത്രമേ അവസാനിപ്പിക്കരുത്. ദാറ്റ് ഈസ് ദ കാറ്റസ്ട്രോഫി. മാർക്കിന് വേണ്ടി എക്സാം എഴുതിയിട്ട് മറന്നു പോകുന്ന വിദ്യാഭ്യാസമാണ്. എക്സാം കഴിഞ്ഞു മറന്നാലും കുഴപ്പമില്ല, സർട്ടിഫിക്കറ്റ് കിട്ടും.
അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള നടപടി തൃശൂർ കോർപ്പറേഷൻ ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പരാതി പ്രകാരം മേയറാണ് പ്രത്യേക ഉത്തരവിട്ടത്. ഗാന്ധിനഗർ ഡിവിഷനിലെ കൈരളി നഗർ റെസിഡൻസ് അസോസിയേഷൻ, കേര റെസിഡൻസ് അസോസിയേഷൻ, ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ, MG നഗർ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയ അസോസിയേഷനുകൾ നിരന്തരം കാട്ടുപന്നികളെക്കുറിച്ച് പരാതികൾ നൽകിയിരുന്നു. ഉപദ്രവം കൂടി വരുന്നതായി ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന്റെ ഭാഗമായിട്ടാണ് മേയർക്ക് ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ നിയമാനുസൃതം വെടിവെച്ചു കൊല്ലാനുള്ള കത്ത് നൽകുകയും അടിയന്തര നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതും. മേയർ പ്രത്യേക താൽപര്യമെടുത്ത് ഉത്തരവിട്ടാണ് അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടത്. ഇന്നലെ രാത്രി 11ാം ഡിവിഷനിൽ കൈരളി നഗർ പ്രദേശത്ത് നിന്ന് അക്രമകാരിയായ കാട്ടുപന്നിയെ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊന്നു. തൃശൂർ കോർപ്പറേഷനിലെ അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചുകൊന്ന് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്ന് മേയറും പ്രത്യേക താൽപര്യമെടുത്തതിനാലാണ് വെടിവെച്ചു കൊല്ലാനുള്ള തീരുമാനമായി മുന്നോട്ടു പോകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നിയമാനുസൃതം ഉത്തരവ് വന്നത്. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ മെയിൻ ഓഫീസിൽ 100 കിലോ ഭാരം വരുന്ന കാട്ടുപന്നിയുടെ ജഡം സൂക്ഷിച്ച് മറ്റാർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മണ്ണെണ്ണ ഒഴിച്ച് നശിപ്പിക്കുകയും ഹെൽത്ത് ഉദ്യോഗസ്ഥരുടെയും വെറ്ററിനറി സർജൻ, ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരുടെയും നേതൃത്വത്തിൽ നിയമാനുസൃതം മറവു ചെയ്യും. തൃശൂർ കോർപ്പറേഷനിലെ വിവിധ ഡിവിഷനുകളിലെ കാട്ടുപന്നിയുടെ ഉപദ്രവം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിരവധി പരാതികൾ കോർപ്പറേഷനിൽ വന്ന് വിവിധ ഡിവിഷനിലുള്ള ജനങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഡിവിഷനിലെ കേര റെസിഡൻസ് അസോസിയേഷൻ, കൈരളി നഗർ റെസിഡൻസ് അസോസിയേഷൻ, ഗാന്ധി നഗർ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയ അസോസിയേഷനുകൾ നിരന്തരം കാട്ടുപന്നികളുടെ ഉപദ്രവങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മേയർക്ക് ഞാനൊരു കത്ത് നൽകുകയുണ്ടായി. കാട്ടുപന്നിയുടെ ഉപദ്രവം മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും അതുകൊണ്ട് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മേയർക്ക് കത്ത് നൽകുകയുണ്ടായി. ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ എതിരെ കൊല്ലാനുള്ള നടപടികളും ഗവൺമെന്റ് ഉത്തരപ്രകാരം നിയമപ്രകാരം നടപ്പാക്കണമെന്നും മേയറോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് മേയർ പ്രത്യേകം ഉത്തരവിടുകയും നിയമാനുസൃതം ഉപദ്രവകാരികളായ അക്രമകാരികളായ കാട്ടുപന്നികളെ കൊല്ലുവാനായിട്ട് മേയർ ഉത്തരവിടുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധി നഗർ 11ാം ഡിവിഷനിൽ നിന്നും കൈരളി നഗർ പ്രദേശത്ത് നിന്നും ഏകദേശം 100 കിലോളം തൂക്കം വരുന്ന കാട്ടുപന്നിയെ ഇന്നലെ വെടിവെച്ച് കൊണ്ടുവന്നത്. ഹെൽത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഉത്തരവാദിത്തപ്പെടുത്തിയ ആളാണ് കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നത്. ഇനി തുടർന്ന് വെറ്ററിനറി സർജൻ വന്ന് പരിശോധിച്ചതിന് ശേഷം മാംസം ഇതിനെ കോർപ്പറേഷൻ തന്നെ ഇതിന്റെ ജഡം കോർപ്പറേഷൻ തന്നെ മറവ് ചെയ്യും. ഹെൽത്ത് ഓഫീസറുടെ നേതൃത്വത്തിൽ ജലീലിലൂടെ നടക്കുന്നത് ഇതിന്റെ നേതൃത്വത്തിൽ തന്നെ വെറ്ററിനറി സർജൻ വന്നിട്ടാണ് ഇത് ജഡം മറവ് ചെയ്യുക. ഈ ജഡം മറവ് ചെയ്തതിനു ശേഷം വീണ്ടും ആരെങ്കിലും എടുത്ത് ഉപയോഗിക്കാതിരിക്കാൻ മണ്ണെണ്ണ ഒഴിച്ച് ഈ മാംസം നശിപ്പിക്കുന്ന രീതിയിലാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരമുള്ള നിയമാനുസൃതങ്ങൾ പാലിച്ചുകൊണ്ടാണ് കാട്ടുപന്നിയുടെ ജഡം മറവ് ചെയ്യുക. തൃശൂർ കോർപ്പറേഷനിലെ കാട്ടുപന്നിയുടെ ഉപദ്രവം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിന്റെ പരിഹാരം ആകണമെന്ന രീതിയിലാണ് മേയർ ഇതിനുവേണ്ടി പ്രത്യേക താല്പര്യമെടുത്ത് ഉത്തരവിട്ട് കാട്ടുപന്നികളെ ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ നശിപ്പിക്കാനായിട്ട് തൃശൂർ കോർപ്പറേഷൻ തീരുമാനമെടുത്തിട്ടുള്ളത്. ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെ നടപ്പാക്കിയ വസ്തുനികുതി പരിഷ്കാരം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ഇടതുഭരണത്തിനുണ്ടാക്കിയ തിരിച്ചടി മറയ്ക്കാനാകില്ലെന്നും വിധി സൃഷ്ടിച്ച 250 കോടി രൂപയുടെ നികുതി വരുമാന നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും അത് നടപ്പാക്കുന്നതിൽ കെടുകാര്യസ്ഥത കാട്ടിയ ഇടതുഭരണത്തിനാണെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. 2011 സർക്കാർ ഇറക്കിയ നികുതി പരിഷ്കാര ഉത്തരവ് നടപ്പാക്കാൻ 2013 തന്നെ UDF കൌൺസിൽ ഏകകണ്ഠമായി തീരുമാനമെടുത്ത് നടപടികളിലായിരുന്നുവെങ്കിലും പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഉയർന്ന പരാതികളെ തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പരിഷ്കാരം നടപ്പാക്കുന്നത് 2014 മരവിപ്പിച്ച സാഹചര്യത്തിലാണ് നികുതി പരിഷ്കാരം നിർത്തിവെച്ചത്. ഇക്കാര്യം കോർപ്പറേഷൻ ഭരണ നേതൃത്വം ഹൈക്കോടതിയിൽ നിന്നും പത്രപ്രസ്താവനകളിലും മനഃപൂർവ്വം മറച്ചുവെച്ചുവെന്ന് രാജൻ പല്ലൻ ആരോപിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 4 മാസത്തിനകം നികുതി പരിഷ്കരണം നടപ്പാക്കാനായിരുന്നു ഉത്തരവെങ്കിലും അത് പാലിക്കാതെ 9 മാസം കഴിഞ്ഞ് 2019 ഉത്തരവ് പാസാക്കിയെടുത്തത്.
സേവന ഉപനികുതി നടപ്പാക്കാൻ അജണ്ട വെച്ച് കൌൺസിൽ യോഗം വിളിച്ചതാണെങ്കിലും നിർബന്ധിത നികുതിയല്ലാത്തതിനാൽ ഏകകണ്ഠമായി നിർദ്ദേശം കൌൺസിൽ തള്ളിക്കളഞ്ഞു. സേവന ഉപനികുതി ഇപ്പോഴും നിർബന്ധിത നികുതിയല്ല, ഓഡിറ്റ് റിപ്പോർട്ടും ഇല്ല. സേവന ഉപനികുതി നിർബന്ധിത നികുതിയാണോ എന്നതിൽ സർക്കാരിൽ നിന്നും സ്പഷ്ടീകരണം തേടണമെന്ന്, ഓഡിറ്റ് റിപ്പോർട്ടുണ്ടെങ്കിൽ പുറത്തുവിടണമെന്നും രാജൻ പല്ലൻ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി പോലും കൌൺസിലിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാതെ മേയറുടെ മുൻകൂർ അനുമതിയാൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയ നടപടി തെറ്റാണ്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകരുതെന്നും അനർഹമായി പിടിച്ചെടുത്ത നികുതി കൊള്ളപ്പണം ജനങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ള കോടതി വിധി നടപ്പിലാക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ ആവശ്യപ്പെട്ടത്. മരോട്ടിച്ചാൽ വഴിനടച്ചിറപ്പാലം വഴിയുള്ള റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത്. ഗതാഗതം പുനഃസ്ഥാപിക്കാനായി മരോട്ടിച്ചാൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മരോട്ടിച്ചാൽ ബാങ്ക് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഒപ്പുശേഖരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാജി ജെ കോടങ്കണ്ടത്ത്. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി കെ ശ്രീനിവാസൻ, പഞ്ചായത്ത് അംഗം അരോഷ് ടി എ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സാബു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വിനീഷ് പ്ലാശ്ശേരി, ജനറൽ സെക്രട്ടറിമാരായ പൌലോസ് ചെരടായി, ഷാൻസ് പൌലോസ്, ജീവൻ ചെമ്മങ്കണ്ടം, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്ക സനീഷ്, സജി ചെറിയാൻ, ജോസുട്ടി മാങ്ങാട്ടുകാട്ടിൽ, പ്രിൻസ് കോനിക്കര എന്നിവർ സംസാരിച്ചു. ഇവിടുത്തെ നാട്ടുകാർ ഒരുപാട് സഹന സമരങ്ങൾ നടത്തിയിട്ടാണ് ഈ പാലം കൊണ്ടുവന്നത്. ഈ മലയോര മേഖലയെ ആമ്പല്ലൂരും മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ വഴിത്തച്ചാൽ പാലം. 2 വർഷം മുമ്പ് ഈ പാലം തകരാറിലായി എന്നും ഈ പാലത്തിന്റെ ദുരവസ്ഥ ഇവിടെ പത്രമാധ്യമങ്ങളിൽ വരികയും സിനോയ് സുബ്രഹ്മണ്യന്റെയും ശ്രീനിവാസന്റെയും ഹരേഷിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ശക്തമായ സമരം നടത്തി ഈ പാലത്തിന്റെ ദുരവസ്ഥ അധികാരികൾക്ക് കാണിച്ചു കൊടുത്തു. നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രിയും നമ്മുടെ എംഎൽഎയാണ് അദ്ദേഹം ഈ പാലത്തിന്റെ അവസ്ഥ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പോൾ ഒരു ചെറുവിരൽ പോലും ഈ പാലത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഇതെത്തില്ല. ഈ പാലത്തിന് 2 വർഷം മുമ്പ് ഈ പാലത്തിന്റെ സൈഡ് ബലപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ പാലം ഇനിയും നിന്നേനെ. ഈ പാലത്തിന് ഇങ്ങനെ ഒരു തകർച്ച വരികയുണ്ടായിരുന്നില്ല. ഇപ്പോൾ പറയുന്നത് PWD പറയുന്നത് PWD റോഡല്ല, ഇത് എന്നാ പറയുന്നത്. കിഫ്ബിക്കാരൻ പറയുന്നത് ഇത് മലയോര ഹൈവേക്ക് വേണ്ടി സ്ഥലം വിട്ടുകിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവർ ഓരോരുത്തർ കൈയൊഴിയുമ്പോൾ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി ആ റോഡിന്റെ സൈഡ് ഇടിഞ്ഞപ്പോൾ, പാലത്തിന്റെ അവിടെ റോഡിന്റെ സൈഡ് ഇടിഞ്ഞപ്പോൾ ഒരു ഫ്ലെക്സ് കെട്ടിവെച്ചിട്ട് പറഞ്ഞു ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. ഇത് ചെയ്യാൻ റവന്യൂ മിനിസ്റ്റർ ആകേണ്ട ആവശ്യമില്ല. ഈ ഫ്ലെക്സ് കെട്ടിവെക്കാൻ റവന്യൂ മിനിസ്റ്റർ ആകേണ്ട ആവശ്യമില്ല നമ്മുടെ MLA. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. ദീർഘവീക്ഷണത്തോടുകൂടി ഈ നിയോജകമണ്ഡലത്തിന് വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത് കഴിഞ്ഞ 9 വർഷം ഉള്ളൂരിന്റെ പാഴായ കൊല്ലങ്ങളാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത്. ഇത് ഈ താലത്തിന്റെ വിഷയമല്ല. ഉള്ളൂരിന്റെ ഏത് മേഖലയിലെത്തിയാലും വികസനം തൊട്ട് നീണ്ടിയിട്ടില്ല. ഇവിടെ വേദി വന്നിട്ടുണ്ട്. നടക്കയിൽ ഓരോ ശ്രീധരി പാലമുണ്ട്. 9 വർഷം മുമ്പ് തറക്കല്ലിട്ടതാണ് ശ്രീധരി പാലം. അത് വലിയ വികസനം വരുമെന്ന് പറഞ്ഞ് 9 വർഷം മുമ്പ് തറക്കല്ലിട്ടിട്ടും ഇപ്പോഴും അതിന്റെ അപ്രോച്ച് പോലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിയുള്ളപ്പോൾ 5 വർഷം. ഈ വർഷത്തെ ഭരതൻ സ്മൃതി പുരസ്കാരം സംവിധായകൻ തരുൺ മൂർത്തിക്കും ജ്യോതിഷ് ശങ്കറിനും. ഭരതന്റെ 27ാമത് സ്മരണയും അവാർഡ് ദാനവും ജൂലൈ 30-ന്. ജൂലൈ 30 ബുധനാഴ്ച വൈകിട്ട് കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം വിതരണം ചെയ്യും. മികച്ച സംവിധായകനുള്ള ഈ വർഷത്തെ കല്യാൺ ഭരത് മുദ്ര തുടരും സിനിമയുടെ സംവിധായകൻ തരുൺ മൂർത്തിക്കും, നവാഗത സംവിധായകനുള്ള പുരസ്കാരം പൊന്മാൻ സിനിമയുടെ സംവിധായകൻ ജ്യോതിഷ് ശങ്കറിനും സമ്മാനിക്കും. 1 പവൻ സ്വർണ്ണ പതക്കവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചടങ്ങിൽ KPAC ലളിത പുരസ്കാരം മഞ്ജു പിള്ളയ്ക്കും, പ്രത്യേക ജൂറി പുരസ്കാരം പ്രകാശ് വർമ്മയ്ക്കും സമ്മാനിക്കും. കലാമണ്ഡലം ഗോപിയാശാൻ, കമൽ, TS കല്യാണരാമൻ, റഫീഖ് അഹമ്മദ് എന്നിവർ അവാർഡുകൾ സമ്മാനിക്കും. ഔസെ ബച്ചൻ, TG രവി, ഡയറക്ടർ ജയരാജ്, സിദ്ധാർത്ഥ ഭരതൻ, വിദ്യാധരൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. MP സുരേന്ദ്രൻ, C വേണുഗോപാൽ, അനിൽ വാസുദേവ്, അനിൽ C മേനോൻ, TR രഞ്ജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്
an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. അമൃതം കർക്കിടകം പരമ്പരാഗത ഭക്ഷ്യമേളയ്ക്ക് തുടക്കം. ആരോഗ്യ സംരക്ഷണത്തിന്റെ മാസമായ കർക്കിടകത്തിൽ പരമ്പരാഗത ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ അവബോധവും ഗുണങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ അമൃതം കർക്കിടകം ഭക്ഷ്യമേളയ്ക്ക് കളക്ടറേറ്റ് അങ്കണത്തിൽ തുടക്കമായി. 21 മുതൽ 26 വരെയാണ് കുടുംബശ്രീ സംരംഭകരുടെ നേതൃത്വത്തിൽ വിവിധതരം ഔഷധ കഞ്ഞികളും പത്തിലക്കറികളും ശരീരപുഷ്ടിക്ക് ആവശ്യമായ മരുന്നുണ്ടകളും വിവിധതരം പായസങ്ങൾ, എത്നിക് സ്നാക്സ് എന്നിവ പാഴ്സലായി ലഭിക്കുന്ന രീതിയിൽ കളക്ടറേറ്റ് അങ്കണത്തിൽ അമൃതം കർക്കിടകം ഭക്ഷ്യമേള ഒരുക്കിയിരിക്കുന്നത്. നിരവധി കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാണ്. ഔഷധി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിട്ടയർഡ് സൂപ്രണ്ട് ഡോക്ടർ രജിതൻ KS, ജില്ലാ പഞ്ചായത്ത് അംഗം സുർജിത്, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ K രാധാകൃഷ്ണൻ, KK പ്രസാദ്, നിർമ്മൽ SC, ഐഫ്രം പ്രതിനിധി രതി, ജില്ലാ പ്രോഗ്രാം മാനേജർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പോലീസ് വകുപ്പിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി, പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST തസ്തികയിലേക്ക് ജൂലൈ 26 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ തൃശൂർ ജില്ലയിൽ നടത്തുന്ന OMR എഴുത്ത് പരീക്ഷയ്ക്ക് GHSS PG എന്ന പരീക്ഷാ കേന്ദ്രത്തിൽ അനുവദിച്ച രജിസ്റ്റർ നമ്പർ 10754668 മുതൽ 1,75,667 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം ഗവൺമെന്റ് HSS പട്ടിക്കാട് സെന്റർ എന്ന പരീക്ഷാ കേന്ദ്രത്തിൽ നിർദ്ദിഷ്ട സമയത്ത് പരീക്ഷയ്ക്ക് ഹാജരാക്കണം. ഇത് സംബന്ധിച്ച വ്യക്തിഗത അറിയിപ്പ് പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് PSC തൃശൂർ ജില്ലാ ഓഫീസർ അറിയിച്ചത്. സാങ്കേതിക മേഖലയിൽ അഭ്യസ്തവിദ്യരായ OBC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിൽ പരിശീലനം നൽകാൻ പൊതു സ്വകാര്യ പങ്കാളിത്തം വഴി നടപ്പിലാക്കുന്ന കരിയർ ഇൻ പ്രൈവറ്റ് ഇൻഡസ്ട്രി പദ്ധതിയുമായി സഹകരിച്ച് തൊഴിൽ പരിശീലനം നൽകാനുള്ള താൽപര്യപത്രം ക്ഷണിച്ചിരിക്കുന്നു. വിജ്ഞാപനം www.bwin.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജൂലൈ 31-നകം ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0492222335. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിലെ 2025-26 വർഷത്തെ 1ാം വർഷ ബിരുദാനന്തര കോഴ്സുകളിൽ സ്പോർട്സ് വിഭാഗത്തിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യരായ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ അപേക്ഷ നൽകാൻ പ്രിൻസിപ്പൽ അറിയിക്കുന്നു.
കൂടുതൽ വിവരങ്ങൾക്ക് 046622122223. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ കാറ്റിനെ നേരിടാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കുക. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതു ഇടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവ കാറ്റിൽ വീഴാൻ സാധ്യതയുണ്ട്. ഇത് അഴിച്ചുവെക്കുക. കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കാതിരിക്കുക. വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കുക. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യതയുണ്ട്. അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ KECBയുടെ 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കുക. കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾ സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ഉറപ്പുവരുത്തുക. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. 15 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിലെ പ്രതിയെ ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയും വിവിധ വകുപ്പുകൾ പ്രകാരം 13 വർഷം തടവിനും പിഴയ്ക്കും ശിക്ഷ വിധിച്ചു. ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് V. വിജയാണ് വിധി പ്രസ്താവിച്ചത്. വട്ടപ്പറമ്പിൽ വീട്ടിൽ സഞ്ജീവ് എന്നയാളെയാണ് ജീവപര്യന്തം കഠിന തടവിനും ശിക്ഷയ്ക്കും വിധിച്ചത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന ബിബിൻ CV രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്വേഷണം നടത്തി കുറ്റക്കാരനാണെന്ന് കാണപ്പെട്ടതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് KS സുബിന്ദ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ബിജു വാഴക്കാല ഹാജരായി. പ്രോസിക്യൂഷൻ നടപടികൾ ലേസൺ ഓഫീസർ രജനി ഏകോപിപ്പിച്ചു. ₹1,08,00,000 ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് സൈബർ തട്ടിപ്പ്. പ്രതിയെ നിലമ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിലേക്ക്. മലപ്പുറം നിലമ്പൂർ പന്നിക്കോട്ടുമുണ്ട സ്വദേശി പുലത്തുവീട്ടിൽ ഷിബിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തത്. സൈബർ SHO സുജിത് PS, സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ വർഗീസ്, സിവിൽ പോലീസ് ഓഫീസർ നെഷ്റു, ടെലികമ്മ്യൂണിക്കേഷൻ സിവിൽ ഓഫീസർ ശ്രീനാഥ്, ഡ്രൈവർ CPO അനന്തു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നിരവധി കേസുകളിലെ പ്രതികളെ കർണാടകയിൽ നിന്ന് പിടികൂടി. ചിയാറം സ്വദേശിയായ ചീരമ്പത്ത് സച്ചിൻ, കണ്ണംകുളങ്ങര സ്വദേശി തയ്യിൽ വീട്ടിൽ സഞ്ജു, അമ്മാടം സ്വദേശി പുളിപ്പറമ്പിൽ അർജുൻ എന്നിവരെയും പ്രതികളെ സഹായിയായ മുപ്ലിയം സ്വദേശി അജയ് ദേവിനെയുമാണ് തൃശൂർ സിറ്റി പോലീസ് അന്വേഷണ സംഘം കർണാടകയിൽ നിന്ന് അതിവിദഗ്ധമായി പിടികൂടിയത്. കർണാടകയിലെ കാർത്തികപ്പിള്ളിയിൽ നിന്നും ഷിമോഗയിൽ നിന്നുമായിട്ടാണ് അതിവിദഗ്ധമായി പിടികൂടിയത്. കർണാടകയിൽ പ്രതികൾ ഉപയോഗിച്ച കാറും അന്വേഷണ സംഘം കണ്ടെത്തി. മണ്ണുത്തി ഇൻസ്പെക്ടർ KC ബൈജു, സാഗോക് ടീം അംഗങ്ങളായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പഴനിസ്വാമി, സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്ത്, നെടുപുഴ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ജയനാരായണൻ,
സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ അബീഷ് ആന്റണി എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വധശ്രമ കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ 2 പേരെ കോടതി റിമാൻഡ് ചെയ്തു. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെ വധശ്രമവുമായി ബന്ധപ്പെട്ട കേസിൽ ദേവൻ, വിനോജ് എന്നിവരെയാണ് വടക്കാഞ്ചേരി പോക്സോ കോടതി റിമാൻഡ് ചെയ്തത്. 2023 നവംബർ 19 കേസിന് ആസ്പദമായ സംഭവം. 1-ാം പ്രതി ദേവൻ കാപ്പ പ്രതിയും നിരവധി കേസുകളിൽ പ്രതിയുമാണ്. വിനോജിന് വിവിധ സ്റ്റേഷനുകളിലായി 4ഓളം കേസുകളുണ്ട്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി രാജു, വാടാനപ്പള്ളി ഇൻസ്പെക്ടർ ഷൈജു, ജൂനിയർ SI സനദ്, SPO രാജ്കുമാർ, CPO അമൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെക്കുംകര പഞ്ചായത്തിൽ വിഷരഹിത പച്ചക്കറി തൈ നടീൽ വടക്കാഞ്ചേരി ഏരിയ തല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. പുത്തൻകാട് മൂത്താരുകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. മണ്ണുത്തി അഗ്രസിറ്റി ലയൺസ് ക്ലബ് മുക്കാട്ടുകര ബത്ലഹേം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നേതൃത്വ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കേരളത്തിൽ 24-ാം തീയതി മുതൽ 27 വരെ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.